കർണാടക ബി.ജെ.പിയിലെ ഭിന്നത രൂക്ഷമാവുന്നു. ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് തലവേദനയായിരിക്കുന്നത് മുതിർന്ന നേതാവ് ബസനഗൌഡ പാട്ടീൽ യത്നാലാണ്. യത്നാലിന് ബി.ജെ.പി ദേശീയ നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിമത പ്രവർത്തനത്തിനാണ് നോട്ടീസ്. എന്നാൽ യെദ്യൂരപ്പയുടെ മകൻ ബി.വൈ. വിജയേന്ദ്രയെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാതെ വിമത നീക്കം അവസാനിപ്പിക്കില്ലെന്ന വാശിയിലാണ് യത്നാലും ഒപ്പമുള്ളവരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിനു ശേഷം മാസങ്ങൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് പ്രതിപക്ഷ നേതാവിനെയും പിന്നീട് സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷനെയും നിശ്ചയിക്കാൻ ബി.ജെ.പി നേതൃത്വത്തിന് സാധിച്ചത്. യെദ്യൂരപ്പയും സംഘവും പാർട്ടിയിൽ പിടിമുറുക്കുന്നതിനെതിരെ മുതിർന്ന നേതാക്കളായ യത്നാൽ, അരവിന്ദ് ലിംബാവലി, രമേശ് ജാർക്കിഹോളി, പ്രതാപ് സിംഹ, കുമാർ ബംഗാരപ്പ, ജി.എം. സിദ്വേശ്വർ, അണ്ണാ സാഹിബ് ജോലെ, ബി.പി. ഹരീഷ് എന്നിവരടങ്ങുന്ന വിഭാഗം തുടക്കം മുതൽ രംഗത്തിറങ്ങിയെങ്കിലും ദേശീയ നേതൃത്വത്തിന് യെദ്യൂരപ്പയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് മകൻ ബി.വൈ. വിജയേന്ദ്ര പ്രസിഡന്റായത്. വിജയേന്ദ്ര ചുമതല ഏറ്റെടുത്തത് മുതൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ബദലായി പരിപാടികളും സമരങ്ങളും സംഘടിപ്പിക്കുകയാണ് യത്നാൽ വിഭാഗം. മൈസൂരു മുഡ്ഡ ഭൂമി ഇടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി.ജെ.പിയും ജെ.ഡി.എസും ബംഗളൂരു മൈസൂരു പദയാത്ര സംഘടിപ്പിച്ചപ്പോൾ യത്നാലും സംഘവും ബദലായി ബലഗാവിയിലേക്ക് പ്രചാരണ ജാഥ നയിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ ബി.ജെ.പി നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പകരമായി യത്നാലും സംഘവും സ്വന്തം നിലയിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ വഖഫ് വിഷയത്തിൽ ഔദ്യോഗിക നേതൃത്വം ആലോചിക്കും മുമ്പ് യത്നാൽ സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചു. വിജയപുര ജില്ലയിലെ കർഷകരെ സമരത്തിനൊപ്പം ചേർക്കുകയും ചെയ്തതോടെ ബി.ജെ.പി നേതൃത്വം വെട്ടിലായി. ഒടുവിൽ ഔദ്യോഗിക പക്ഷം സമാന്തരമായി വഖഫ് പ്രതിഷേധ പരിപാടികൾ നടത്തേണ്ട ഗതികേടിലായി. ഫലത്തിൽ യെദ്യൂരപ്പ നയിക്കുന്ന സംസ്ഥാന നേതൃത്വത്തോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന നിലപാടിലാണ് യത്നാൽ. അതേസമയം പാർട്ടിക്കുള്ളിലെ വിമത പ്രവർത്തനങ്ങളും വിഭാഗീയതയും കാരണം അണികളിൽ പടർന്ന നിരാശ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നേതൃത്വം.